അലാറമൊക്കെ വെച്ച് എണീറ്റിട്ട് ഒരു കാര്യമില്ല. ആ പൂച്ചയും കളിപ്പിച്ചുകൊണ്ട് ഞാൻ എന്താക്കി, എൻ്റെ ഇന്നത്തെ MSW ഇൻറ്റേൺഷിപ്പിന് അങ്ങോട്ട് പോയി. കുറേ ദൂരമുണ്ട്, ഏകദേശം ഒരു 30 കിലോമീറ്ററെങ്കിലും കാണും എൻ്റെ വീട്ടിൽ നിന്ന് ഇൻറ്റേൺഷിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. ഞാൻ MSW സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് സെമ്മ് ഇൻറ്റേൺഷിപ്പ് സൈക്യാട്രി ആയിരുന്നു. ഞാൻ അപ്പോൾ ഒരു സൈക്യാട്രി ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്ത് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കുറച്ച് സീനറൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു കിഡിൽ ആനയൊക്കെ കണ്ടു. ആന അതിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു 9 മണി അടുപ്പിച്ചായിരുന്നപ്പോഴാണ് ഞാൻ കണ്ട ആന എന്താക്കി അപ്പുറത്തെ ആൻറ്റിക്ക് മാത്രം ടാറ്റ കൊടുത്ത് എനിക്ക് മാത്രം ടാറ്റ തന്നില്ല. പക്ഷെ ആനപ്പാപ്പ എന്നെ നോക്കി. താങ്ക് യു. ഞാനിങ്ങനെ ഓട്ടയും വണ്ടിയൊക്കെ പിടിച്ച് അങ്ങോട്ട് പോയത് ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്താത്തത് കൊണ്ട് ഞാൻ പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. പോസ്റ്റായെന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറോളം ഞാൻ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു തലവേദന വന്ന് ഞാൻ ഫ്രൂട്ട് കുടിക്കാൻ പോയി. ഫ്രൂട്ടി കുടിച്ചതിന് ശേഷം ഏകദേശം ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ക്യാൻറ്റീനിൽ ആദ്യമായിട്ട് അവിടുത്തെ ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്ത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല. പക്ഷേ ഓക്കെ, അതെങ്കിലും കിട്ടി. പിന്നെ വീണ്ടും വന്നിരുന്നു. ക്യാബിനിലാണെങ്കിൽ ആരുമില്ല. വീണ്ടും ബോറടിച്ചൊരു 4-5 മണിക്കൂറോളം ഞാൻ അവിടെ പോസ്റ്റായി കുത്തി വെറുതെ ചെയ്തു. അതിനുശേഷം കുറച്ച് കളറൊക്കെ മാച്ച് ചെയ്യുന്ന കുറച്ച് ഗെയിമൊക്കെ കളിച്ച് മറ്റേ ബ്രെയിൻ ഡെവലപ്പ് ഗെയിംസിൽ ഇൻവെസ്റ്റ് ചെയ്ത് നൈസായിരുന്നു. ഞാൻ എന്നാലും ഫുൾ ടൈം ബോറടിച്ചിരിക്കുകയായിരുന്നു. ആരും ഒന്നും പഠിപ്പിക്കാനില്ല, ഒന്നിനുമില്ല. ഇൻറ്റേൺഷിപ്പിന് എന്തെങ്കിലും ജോലി വേണ്ടേ, അതുമില്ല. കുറച്ച് ബുക്കൊക്കെ മറച്ച് നോക്കി എന്തെങ്കിലും മനസ്സിലാക്കി നോക്കി, പക്ഷെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇമ്പോസ്റ്റർ കളിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ഇമ്പോസ്റ്റർ കളിക്കുന്ന ഒരു കുട്ടി റിയാക്ഷനാണ് കണ്ടത്. പിന്നെ കുറച്ച് നേരം പൂച്ചയൊക്കെ നോക്കി നിന്നു. കുറേ പൂച്ച ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം വീണ്ടും നമ്മുടെ മാമൊക്കെ ജോയിൻ ചെയ്ത് പിള്ളേരെല്ലാം വന്നു. മാം ചളിയൊക്കെ അടിച്ചിരുന്നു. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അപ്പുറത്തെ കടയിൽ കുറച്ച് സോഡയും ബജിയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ കല്യാണത്തിൽ ഞാൻ വിളിക്കാത്തൊരു കുട്ടി വന്ന് അറ്റൻഡ് ചെയ്തു. ഹാപ്പി. അതിനുശേഷം എനിക്ക് വീട്ടിൽ കയറി പോകാൻ വേണ്ടി 2 ബസ് കയറണം. ഇത് ഫസ്റ്റ് ബസ്സാണ്. ഫസ്റ്റ് ബസ് കയറി ടയർഡ് ആയപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി ഒരു കോഫിയൊക്കെ കുടിച്ചു. അത് അവിടുത്തെ ഫിൽറ്റർ കോഫി അടിപൊളിയാണ്. ഫിൽറ്റർ കോഫി ഡ്രിങ്ക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത ബസ് ഞാൻ കയറി. ബസ്സിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 30 മിനിറ്റ് യാത്രയാണ്. വീടെത്തിയതിനു ശേഷം എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ പൂച്ചയാണ്. അപ്പോൾ ഞാൻ എന്താക്കി ഓടിപ്പോയി എൻ്റെ പൂച്ച എവിടെയെന്ന് പോയി നോക്കി. മാറുമ്പോട്ട് ഞാൻ പൂച്ചയെ കണ്ടു. ഇതെൻ്റെ ഫേവറേറ്റ് ക്യാറ്റാണ്. ഇതിന്ന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നില്ല. സോ ഞാൻ അതിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഭയങ്കര പൂച്ച ഫാനായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ കുറേ പൂച്ച ഉണ്ട്. ഈ പൂച്ചയൊക്കെ വളർന്നതിന് ശേഷം ഞാൻ ആർക്കെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും. ഈ പുഴു പോലെ വന്ന് കിടന്ന് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാലിന് വേണ്ടി അടിയാണ്. കാരണം ഇതിൻ്റെ ഒരു അമ്മ മിസ്സായി, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ഒരുമിച്ചിട്ടു. പിന്നെ വീണ്ടും പൂച്ചയുടെ കൂടെ കളിയായി. കാരണം പൂച്ചയില്ലാണ്ട് ജീവിതമില്ലല്ലോ. എൻ്റെ പൂച്ച ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ പേര് കറുത്ത മുട്ടെന്നാണ്. ഇത് എത്ര സമയം ഇത് എന്തെങ്കിലുമൊക്കെ കവറിൻ്റെ ശബ്ദം കേട്ടാൽ ഓടി വന്ന് എന്തായെന്ന് പറഞ്ഞാൽ അത് കഴിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് പിന്നെ പേടിയുണ്ട്. കാരണം ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കിഡ്നി ഫെയിലർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈവൻ നമ്മൾ വാക്സിനേഷൻ ചെയ്താൽ പോലും. പിന്നെ അത് ചൂടായതുകൊണ്ട് തന്നെ കുറേ നേരം പുറത്ത് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുത്ത് വലുതായിട്ട് വരാറില്ല. ഇതെൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ബോറടിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെയൊക്കെ പറഞ്ഞ ഫ്രണ്ടിൻ്റെ ജിമ്മ് നാളെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. നമ്മൾ കുറേ ചളിയും അതും ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുമായിരുന്നു. ഫെൻ ഹെൽത്ത് ക്ലബ്ബ് എന്നായിരുന്നു ആ ജിമ്മിൻ്റെ പേര്. അതൊരു ഹെൽത്ത് ക്ലബ്ബാണ്, ജിമ്മല്ല. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കോപ്പറായും കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ തമാശകളൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അവർ തമ്മിൽ അടികൂടായിരുന്നു. അതിനുശേഷം നല്ല 2 വീഡിയോസും കാര്യങ്ങളും എടുത്ത് ജിം ട്രെയിനറാണ് മിസ്റ്റർ ആദർശ. ഇതാണ് ജിം. നാളെയാണ് ഉദ്ഘാടനം. ഇന്ന് എനിക്കൊണ്ട് ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ജിമ്മിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ് അവിടെ ജോയിനീസും വന്നിട്ടുണ്ടാവും. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് പിരിയായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.